നിങ്ങളൊരു ജ്വല്ലറി മേക്കർ ആണോ? അതൊരു സ്വയം സംരംഭകയാകണോ എന്ന് ആഗ്രഹമുണ്ടോ? ഇതൊരു ഫോർമാറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരുന്നത്. അതോ നിങ്ങൾ ജ്വല്ലറി മേക്കിംഗ് പഠിച്ചിട്ട് അത് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണോ? അതോ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ? എന്നാ നിങ്ങൾ വിഷമിക്കേണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളൊരു ജ്വല്ലറി മേക്കർ ആണോ? അതോ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ? അതോ നിങ്ങൾ ജ്വല്ലറി മേക്കിംഗ് പഠിച്ചിട്ട് അത് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണോ? എന്നാ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എങ്ങനെ നമുക്കൊരു ജ്വല്ലറി സെയിൽ ചെയ്യാം, അതിന് നമുക്ക് എങ്ങനെ പ്രൈസ് ഇടാം, അതിന്റെ എസ്റ്റിമേഷൻ പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും പൈസ മുടക്കിയാണ് അതിന്റെ റോ മെറ്റീരിയൽസ് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരു പേനയും ബുക്കും എടുത്ത് കയ്യിൽ ഇപ്പോഴേ വെച്ചേരെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പ്രൈസ് ഇടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു കുന്തൻ സ്റ്റോണിൻ്റെ ഒരു മാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടുന്ന കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്, അതും ഗോൾഡൻ കളറിലുള്ള. അതിനുശേഷം ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഐപിൻ എടുത്തിട്ടുണ്ട്. B7000 ഗ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഫിഷ് അല്ലെങ്കിൽ അലിഗേറ്റർ ഹൂക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യമുള്ള പ്ലെയേഴ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്, ഗ്ലൂ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മാല ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു ഗ്ലാസ് ഷീറ്റിലേക്ക് B7000 ഗമ്മ യൂസ് ചെയ്തുകൊണ്ട് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ട് ഞാൻ ആദ്യമേ ഒരു പെൻഡന്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. വലിയ സൈസിലുള്ള പെൻഡന്റ് ഒന്നുമല്ല, ചെറിയ സൈസിലുള്ള ഒരു പെൻഡന്റ് ആണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഓവൽ ഷേപ്പിലുള്ള ഈ കളറിലുള്ള ഒരു കുന്തൻ സ്റ്റോണും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണും ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നല്ല രീതിയിൽ അത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഉണങ്ങാനായിട്ട് മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനെ കൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ഐപിന്നിൻ്റെ സൈസിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആ ഒരു പെൻഡൻറ്റിൻ്റെ സൈസ് നോക്കിക്കൊണ്ട് ആ ഒരു സൈസിന് ഐപിൻ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഐപിൻ അതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ച് വെക്കണം. അപ്പം ഞാൻ ഓൾറെഡി അത് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഒട്ടിച്ചത് ഉണങ്ങാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് ഒട്ടിക്കാൻ. അപ്പം ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാനൊരു 5 പെൻഡൻ്റാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് ആക്ച്വലി നമ്മൾ ഈ ഒരു പെൻഡൻറ്റിനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു പെർ പീസിനൊക്കെ അവർ പ്രൈസ് പറയുന്നത് 20 റുപ്പീസൊക്കെ ആയിരിക്കും. സോ നമുക്കിത് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഗിയർ വയർ എടുക്കുക. ഗിയർ വയർ എടുത്തതിന് ശേഷം നമ്മുടെ കഴുത്തിൻ്റെ സൈസിന് എത്രയാണോ നീളം വേണ്ടുന്നത് ആ ഒരു സൈസിന് കട്ട് ചെയ്ത് ഗിയർ വയർ എടുത്തതിന് ശേഷം നോർമലി നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലത്തെ സ്റ്റെപ്പ് തന്നെ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടുന്ന കുറച്ച് ബീഡ്സ്, ഞാനിവിടെ ഷുഗർ ബീഡ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഡ്രസ്സിനൊക്കെ കുറുക്കെടുക്കുന്ന ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഗോൾഡൻ കളർ നോക്കിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കളറൊന്നും അങ്ങനെ പോകുന്നതൊന്നും അല്ല. അപ്പം ഗിയർ വയറിലേക്ക് നമ്മൾ ആ ഒരു പെൻഡൻറ്റ് ഇടുക. അതിനുശേഷം ആ പെൻഡൻറ്റിൻ്റെ 2 സൈഡിലും ആയിട്ട് നമ്മൾ ആ ഒരു ഗോൾഡൻ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം 2 സൈഡിലും ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് അത് ലോക്ക് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ. അതിൽ നിന്നൊരു കുറച്ച് സ്പേസ് വിട്ടിട്ട് സെൻറ്ററിൽ നിന്ന് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം സെയിം അതേ പ്രോസസ്സ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതായത് ആ ഒരു പെൻഡൻറ്റ് ഇട്ട് കൊടുക്കുക, അതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ആ ഒരു ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ലോക്ക് ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ ടോട്ടൽ ഒരു 5 പീസാണ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 പീസ് നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് സ്പേസ് വിട്ട് തന്നെ നമുക്കിതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ എല്ലാം സെയിം മെഷർമെൻറ്റിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തപ്പം ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ടൊന്നും എടുത്തല്ല. എനിക്കൊരു ഏകദേശം രീതിയിൽ ഞാൻ ഈ മാല ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഐഡിയയിൽ ഞാനങ്ങ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് എടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി വരുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തത് കൊണ്ട് തന്നെ ഞാൻ മെഷർമെൻ്റ് ഒന്നും ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഒന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. അതിനുശേഷം അത് ലോക്ക് ചെയ്തെല്ലാം കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഫിഷ് ഹൂക്ക് ഇട്ട് കൊടുത്ത് അതിന് ബാക്കിൽ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തിൽ ഇത് കണക്ട് ചെയ്യാനായിട്ടും ഞാൻ പ്രത്യേകിച്ച് കണക്റ്റിംഗ് റിംഗ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന മാലയുടെ ഇതാണ്. അപ്പോൾ ഞാൻ 2 പീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാലയുടെ ലുക്ക് എന്ന് പറയുന്ന ഇതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി ഈ മാല വെച്ചിട്ട് നമുക്കിനി പ്രൈസ് കാൽക്കുലേഷൻ ചെയ്താലോ. നിങ്ങൾക്ക് ഈ പ്രൈസ് ഫിക്സിംഗ് ഒന്നും ചെയ്യാനായിട്ട് വലിയ ഐഡിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ പ്രൈസ് ഇടുന്നത് എഴുതി തന്നെ
ചെയ്യുന്നതായിരിക്കാം ഏറ്റവും ബെറ്റർ. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ മാലയുടെ നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യുന്ന മാലയുടെ എന്തൊക്കെയുണ്ടോ അത് വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ എഴുതാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലയുടെ അതായത് പെൻഡൻറ്റ് എത്ര എണ്ണം ഉണ്ട്, അതിൻ്റെ ഈച്ച് റേറ്റ് എത്രയാണ് വരുന്നതെന്നുള്ളതാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ 5 പീസ് പെൻഡൻ്റ് ആണ്. ആ 5 പീസ് പെൻഡൻറ്റും ഞാനിവിടെ ചെയ്തതാണ്. അപ്പം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ റേറ്റ് എത്രയാണോ അത് തന്നെ നിങ്ങൾ ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എടുത്ത ടൈം, നിങ്ങൾ അതിൻ്റെ എഫേർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സാധനത്തിൻ്റെ പൈസയും എല്ലാം കൂടെ ചേർത്തിട്ട് തന്നെ നിങ്ങൾ ഇടുക. അപ്പം ഞാനിവിടെ 5 പീസാണ് ഓൾറെഡി എടുത്തിരിക്കുന്നത്. ഓരോന്നിനും ഞാനിവിടെ എടുത്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 7 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ടോട്ടൽ എനിക്കിവിടെ ആയത് 35 റുപ്പീസാണ് എനിക്ക് ഈ ഒരു പെൻഡൻറ്റിന് ടോട്ടൽ 5 പീസിനും കൂടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 35 രൂപയാണ്. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്ന അതിൻ്റെ ഹുക്കിൻ്റെ പ്രൈസാണ്. ഹുക്ക് മീൻസ് ഇതിൻ്റെ ബാക്ക് ലോക്കാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫിഷ് ഹൂക്കാണ്. അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതാണ്. നമ്മൾ പുറത്ത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയെടുക്കാം. അപ്പോൾ അത് ഒരു പീസിന് ഞാൻ 5 രൂപയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വയർ, അതായത് ഗിയർ വയർ. അപ്പം നിങ്ങൾ ഗിയർ വയർ നിങ്ങൾ എത്ര ലെങ്ത്തിനാണ് എടുക്കുന്നതെന്നുള്ള കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ള ആ ഒരു സൈസ് നിങ്ങൾ നോക്കി വെക്കുക. ടോട്ടൽ നിങ്ങൾക്ക് ആ ഒരു ഗിയർ വയറിൻ്റെ പ്രൈസിൽ നിന്ന് നിങ്ങൾക്കൊരു ആപ്റ്റായിട്ട് തോന്നുന്ന ഒരു എമൗണ്ട് എടുക്കുക. ഞാനിവിടെ 5 രൂപയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ലോക്ക് ബീഡ്സ്, അല്ലെങ്കിൽ നമ്മളിവിടെ പറയും ഗിയർ ലോക്ക് എന്ന് പറയും. അപ്പോൾ ഈ ഗിയർ ലോക്ക് ഇതിനകത്ത് എത്ര പീസ് ഈ ഒരു മാല ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് മാല തന്നെ എണ്ണി വെക്കുക. അപ്പോൾ നമ്മൾ ഒരു പെൻഡൻറ്റിന് വേണ്ടി നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. സോ നമ്മളിവിടെ എത്ര പെൻഡൻ്റ് എടുത്തിട്ടുണ്ടോ ഈച്ച് പെൻഡനെയും ഞാൻ 2 ഗിയർ ലോക്ക് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ടോട്ടൽ എനിക്ക് 12 എണ്ണം ആയിട്ട് ഉണ്ടായിരുന്നു. അത് ഈ നമ്മുടെ ലോക്കും നമ്മുടെ ബാക്ക് ഹുക്കിനും കൂടെ ഗിയർ ലോക്ക് ചെയ്ത് ടോട്ടൽ വെച്ച് കൂട്ടിയിട്ടാണ്. അപ്പോൾ ടോട്ടൽ ഞാൻ ആ ഒരു 12 പീസിനും കൂടെ 6 രൂപയാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ബീഡ്സ് ഏതാണോ, ഞാനിവിടെ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ബീഡ്സ് ഞാൻ ഇതിനകത്ത് എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടോ അത്രയും ബീഡ്സിൻ്റെ റേറ്റ് നിങ്ങൾ എൻ്റെ നമ്പർ എഴുതുക. ആ നമ്പർ ഞാനിവിടെ 10 രൂപയാണ്. ഓരോന്നിനും ഞാൻ 1 രൂപ വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 രൂപ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ മേക്കിംഗ് ചാർജ്, അതായത് നിങ്ങൾ ഈ ഒരു മാല ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്കെടുത്ത ടൈം, നിങ്ങളുടെ എഫേർട്ട്, അതിന് നിങ്ങളൊരു പ്രൈസ് ഇടുക. ഞാനിവിടെ 50 രൂപയാണ് ഞാൻ മേക്കിംഗ് ചാർജ് ഇട്ടേക്കുന്നത്. ആക്ച്വലി നമ്മൾ മിനിമം ചാർജ് ഇടുന്നത് 60 റുപ്പീസാണ്. ബട്ട് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 50 റുപ്പീസാണ് ഇട്ടിരിക്കുന്നത്. മിനിമം നിങ്ങൾക്ക് 50 or 60 നിങ്ങൾക്ക് ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ എഫേർട്ട് അത് വെച്ചിട്ടിടാം. എന്നിട്ട് നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുന്നില്ല. ഈ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഫുൾ ഇത്രയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് എത്ര രൂപയാണോ കിട്ടുന്നത്, എനിക്കിവിടെ ടോട്ടൽ എടുക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 111 രൂപയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു മാലയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ 111 രൂപയാണ് ഇപ്പോൾ ഇവിടെ ടോട്ടൽ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ പാക്കിംഗ് കോസ്റ്റ് ചെയ്യണം. നമ്മൾ ഇത് പാക്ക് ചെയ്യുന്നതിന് എത്ര രൂപയാണ്, ഈ പാക്കിംഗ് കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ പാക്കിംഗ് കോസ്റ്റിൽ എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റാപ്പർ, നിങ്ങൾ പാക്ക് ചെയ്യുന്ന കവർ, അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾക്ക് എത്രയാണോ രൂപ വരുന്നത് അത്. അപ്പോൾ ഞാനിവിടെ പാക്കിംഗ് കോസ്റ്റിനകത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമലി ഞാൻ കൊടുക്കുന്ന ബബിൾ റാപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്ത് നമ്മുടെ പാക്കിംഗ് കവറിലിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടിനും കൂടെ ചേർത്തിട്ട് ഞാനൊരു 10 രൂപയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ എമൗണ്ട് ആവും ഈ പാക്കിംഗ് കവറിന് പെർ പീസ്. ബട്ട് എനിക്ക് തോന്നുന്നു അത് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ രണ്ടിനും കൂടെ 10 ഇട്ടേക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര രൂപ, ഇപ്പോൾ എനിക്ക് 121 രൂപയാണ് ടോട്ടൽ ആയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് നമ്മളിപ്പം ദൂരോട്ടൊക്കെ പാക്ക് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് സ്റ്റാർട്ടിങ് പാക്കിംഗ് ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് 50 റുപ്പീസാണ്. അപ്പോൾ ഇതെത്രയാണോ അത് പ്ലസ് നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട്, അതാണ് നിങ്ങളൊരു മാല നിങ്ങൾ സെയിൽ ചെയ്യുമ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ ഒരു രീതി. ഇതൊരു ഫോർമാറ്റാണ് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരുന്നത്. ഇതുപോലെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് തോന്നും. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ട് തോന്നുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതും എനിക്ക് വന്നിട്ടുള്ളൊരു കമന്റ് ആയിരുന്നു. ഞാൻ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്, എസ്റ്റിമേഷൻ പ്രൈസ് ഡീറ്റെയിൽസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് എനിക്ക് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനും കാരണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളെല്ലാവരും ഒട്ടുമിക്ക വീഡിയോസിനും എനിക്ക്
വ്യൂസ് കയറുന്നുണ്ട്, ബട്ട് എനിക്ക് ലൈക്സും കമന്റ്സും വളരെ കുറവാണ് കിട്ടുന്നത്. കമന്റ്സ് പിന്നെയും കിട്ടുന്നുണ്ട്, ലൈക്സ് എനിക്ക് വളരെ കുറവാണ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ കാണുന്ന കൂട്ടത്തില്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.